ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ഓഡിയോ മെസ്സേജുകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നല്ലോ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ 7 ഞായറാഴ്ചകളിലെ വണക്കത്തെക്കുറിച്ച്. അതായത് മാർച്ച് 19-ാം തീയതി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് 7 ഞായറാഴ്ചകളിൽ ഔസേപ്പ് പിതാവിനെ വണങ്ങുന്ന ഒരു ഭക്താഭ്യാസം പണ്ട് മുതലേ ഉള്ളതാണ്. അത് ഫെബ്രുവരി ആദ്യ ഞായറാഴ്ച തുടങ്ങേണ്ടതായിരുന്നു. ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞു. ഇനി ഫെബ്രുവരി 8 രണ്ടാമത്തെ ഞായറാഴ്ച. അപ്പോൾ ഇന്ന് ആദ്യത്തെ കൂടി വണക്കം നമ്മൾ കണക്കിലെടുത്ത് അതും ഇതും കൂട്ടിച്ചേർത്ത് നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലി ഔസേപ്പ് പിതാവിൻ്റെ 7 ഞായറാഴ്ചയിലെ വണക്കം നമുക്ക് തുടങ്ങാം. 7 ഞായറാഴ്ചയിലെ വണക്കം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 7 ഞായറാഴ്ചകളിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള വണക്കത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കും. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും അടങ്ങുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഇതാണ് 7 ഞായറാഴ്ചകളിലെ വണക്കം. അതായത് തുടർച്ചയായിട്ട് 7 ഞായറാഴ്ചകളിൽ ഔസേപ്പ് പിതാവിനോടുള്ള വണക്കത്തിൻ്റെ ഓർമ്മയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. പിന്നെ 7 ദുഃഖസന്തോഷങ്ങൾ, ഔസേപ്പ് പിതാവിൻ്റെ 7 സന്താപ സന്തോഷങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. അത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുക. അങ്ങനെയാണ് നമ്മൾ 7 ഞായറാഴ്ചകളിലെ വണക്കം ചെയ്യുക. പലപ്പോഴും ഇത് ചെയ്തവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കും ഔസേപ്പ് പിതാവിനെ വണങ്ങിക്കൊണ്ട് ഈ ഭക്തകൃത്യം ചെയ്യാം. 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും എങ്ങനെയാണ് ഉണ്ടായത്? ആ പ്രാർത്ഥനയുമായിട്ട് 7 ദുഃഖ സന്തോഷങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പ്രസിദ്ധമായത്? അതിനോട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണ്. കുറേ യാത്രക്കാരുമായി സഞ്ചരിച്ച ഒരു കപ്പൽ ഹോളണ്ടിലെ തീരക്കടലിൽ മുങ്ങിപ്പോയി. 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ ഒരു പലകയിൽ പിടിച്ച് 2 ദിവസം കിടന്നു കടലിൽ. അലൗകിക പ്രഭയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അത്ഭുതകരമായി കരയ്ക്കെത്തിച്ചു. ആരാണ് താങ്കൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യൗസേപ്പാണ്. എൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും നിങ്ങൾ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഔസേപ്പ് പിതാവിൻ്റെ ദുഃഖങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള വണക്കം ആരംഭിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പ്രത്യേകമായ വിധത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഔസേപ്പ് പിതാവിനെ വണങ്ങിക്കൊണ്ട് 7 കുർബാനകൾ അർപ്പിക്കണം, ദാനങ്ങൾ നടത്തുകയോ 7 തവണ ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യണം. 7 തവണ പള്ളിയിലെത്തി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വണങ്ങണം. ഒരു നൊവേന പൂർത്തിയാകുന്നത് വിശുദ്ധ ഔസേപ്പിൻ്റെ 7 ദുഃഖങ്ങളും സന്തോഷങ്ങളും നിത്യേന ചൊല്ലി അർപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ 7 ഞായറാഴ്ചകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഔസേപ്പ് പിതാവിൻ്റെ വണക്കം ആലോചിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. 7 ദുഃഖ സന്തോഷങ്ങൾ ഓരോ ഞായറാഴ്ചയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് 7 ദുഃഖ സന്തോഷങ്ങളെ ചുരുക്കമായിട്ടൊന്ന് നോക്കാം. അത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ദുഃഖം, പരിശുദ്ധ അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ആലോചിച്ചപ്പോൾ ഔസേപ്പ് പിതാവിനുണ്ടായ ദുഃഖവും പിന്നീട് ദൈവപുത്രൻ്റെ അവതാരത്തെക്കുറിച്ചുള്ള അതിശയകരമായ രഹസ്യം കർത്താവിൻ്റെ മാലാഖ ഔസേപ്പിനോട് വെളിപ്പെടുത്തിയപ്പോൾ അവിടത്തേക്കുണ്ടായ സന്തോഷവും, ഇത് രണ്ടും ഓർത്തുകൊണ്ടാണ് ആദ്യത്തെ ദുഃഖ സന്തോഷം നമ്മൾ ധ്യാനിക്കുന്നത്. ഔസേപ്പ് പിതാവ് എന്തുമാത്രം ദുഃഖം അനുഭവിച്ചു അത് നമ്മൾ ധ്യാനിക്കണം. അതിൻ്റെ പ്രാർത്ഥന, അത് ധ്യാനം കഴിഞ്ഞാൽ ഈ സങ്കടവും സന്തോഷവും വഴിയായി അങ്ങ് ഞങ്ങളുടെ ആത്മാവുകൾക്ക് തുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഒരു നല്ല ജീവിതത്തിൻ്റെ സന്തോഷത്തോടു കൂടിയും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും കൈകളിൽ അങ്ങയുടെ രക്ഷാകർതൃത്വത്തിലുള്ള ഒരു വിശുദ്ധ മരണത്തോടു കൂടിയും
ഇപ്പോഴും ഞങ്ങളുടെ അന്തിമ നേരങ്ങളിലെ സങ്കടങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ആത്മാക്കൾക്ക് തുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. രണ്ടാമത്തെ വിഷമം ഔസേപ്പിതാവിൻ്റെ ദരിദ്രമായ അവസ്ഥയെ ഓർത്ത് ഉള്ള സങ്കടം. പക്ഷേ മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടപ്പോൾ അതുപോലെ മാലാഖ ഔസേപ്പിനോട് പറഞ്ഞു, ഈ ദരിദ്രമായ അവസ്ഥയിൽ കൂടെ കടത്തിവിടുന്നത് ദരിദ്രരുടെ മധ്യസ്ഥനാക്കാനാണ്. മാലാഖയുടെ സന്ദേശം കേട്ടപ്പോൾ ഔസേപ്പിതാവിന് സന്തോഷമായി. ഇത് ധ്യാനിച്ചുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. മൂന്നാമത്തെ വിഷമം പരിച്ഛേദന സമയത്ത് ഉണ്ണീശോയുടെ രക്തം ചിന്തുന്ന കാഴ്ചയാണ് ഏറ്റവും വിഷമമായത്. പക്ഷേ യേശു എന്ന നാമം പുതിയ ജീവിതം നൽകുകയും ഔസേപ്പിതാവിൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയും ചെയ്തു. യേശു എന്ന നാമം അത് ഓർത്തപ്പോഴുണ്ടായ സന്തോഷം. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈ സങ്കടവും സന്തോഷവും വഴിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലും അതരങ്ങളിലുമുള്ള യേശുവിൻ്റെ പവിത്ര നാമത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുവാനും സന്തോഷകരമായ മരണം വരിക്കാനും വേണ്ടിയുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. നാലാമത്തെ ഏറ്റവും വിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങളുടെ പാപവിമോചനത്തിനായുള്ള രഹസ്യങ്ങൾ പങ്കുവെച്ച മഹിമയാർന്ന ഔസേപ്പിതാവേ, യേശുവിൻ്റെ പീഡാനുഭവങ്ങളെയും മറിയത്തിൻ്റെ വ്യാകുല അനുഭവങ്ങളെയും കുറിച്ചുള്ള ശമയോൻ്റെ പ്രവചനം കേട്ടപ്പോൾ മരണകരമായ ഭീതിയിൽ അങ്ങ് നടുങ്ങിപ്പോയിരുന്നുവല്ലോ. എന്നാൽ ആ സമയം തന്നെ ശിമിയോൻ പ്രവചിച്ചതും എണ്ണമറ്റ ആത്മാവുകൾക്ക് ലഭിച്ചതുമായ രക്ഷയെയും മഹത്വമാർന്ന ഉയർപ്പിനെയും പ്രതി അങ്ങയുടെ ഹൃദയം സന്തോഷത്താൽ നിറയുകയും ചെയ്തിരുന്നുവല്ലോ. ഈ സങ്കടവും സന്തോഷവും വഴിയായി യേശുവിൻ്റെ ദിവ്യ ശ്രേഷ്ഠതയാലും കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയാലും മഹത്വമാർന്ന ഉയർപ്പിനായി നിയോഗിതരായിത്തീരുന്ന എണ്ണമറ്റ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. അഞ്ചാമത്തെ വിഷമവും സന്തോഷവും. അവതരിച്ച ദൈവപുത്രൻ്റെ ജാഗ്രതയുടെ പരിപാലകനെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പിതാവേ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനുമേൽ അങ്ങ് നൽകിയ പരിരക്ഷയും പരിപാലനവും അങ്ങേക്ക് ഏറ്റവും ക്ലേശകരമായിരുന്നുവല്ലോ. എന്നാൽ ആ സമയം തന്നെ മാംസമായി അവതരിച്ച ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നതിലും ദൈവത്തിൻ്റെ മുന്നിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ കമിഴ്ന്നടിച്ച് വീഴുന്നത് കാണുന്നതിനാലും അങ്ങയുടെ ഹൃദയം ആഹ്ലാദം കൊണ്ടിരുന്നല്ലോ. ഈ സങ്കടവും സന്തോഷവും വഴിയായി യേശുവിനെയും പരിശുദ്ധ മറിയത്തെയും പൂർണ്ണമായി ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും മരണം വരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പ്രലോഭനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും വീണൊഴിയട്ടെ. നരകാധിപതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനും അപകട സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പലായനം ചെയ്യുമ്പോൾ സുരക്ഷിതരായിരിക്കാനുമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. ആറാമത്തെ വിഷമവും സന്തോഷവും. മഹിമയാർന്ന വിശുദ്ധ ഔസേപ്പിതാവേ, അങ്ങ് ഭൂമിയിൽ മാലാഖയെ പോലെയാണല്ലോ വ്യാപരിച്ചിരുന്നത്. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന സ്വർഗത്തിൻ്റെ രാജാവായ ഉണ്ണീശോയെ കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടുവല്ലോ. യേശുവിനെ ഈജിപ്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ആശ്വാസം കണ്ടപ്പോൾ യഹൂദ രാജാവായ അർക്കലോസിനെ പ്രതി അങ്ങ് ഭയപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തുവല്ലോ. എന്നിരുന്നാലും കർത്താവിൻ്റെ മാലാഖ അങ്ങേക്ക് ഉറപ്പ് നൽകിയത് പ്രകാരം നസറത്തിലെത്തി യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും കൂടെ അങ്ങ് സന്തോഷപൂർവ്വം വസിക്കുകയും ചെയ്തുവല്ലോ. ഈ സങ്കടവും സന്തോഷവും വഴിയായി ഹാനികരമായ ഭയങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങൾ സമാധാനത്തിൽ ജീവിച്ച് ആഹ്ലാദിക്കുകയും യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും കൂടെ സുരക്ഷിതരായി വസിക്കുകയും അങ്ങയെപ്പോലെ തന്നെ സന്തോഷകരമായ മരണം വരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. ഏഴാമത്തെ വിഷമവും സന്തോഷവും. മഹിമയാർന്ന വിശുദ്ധ ഔസേപ്പിതാവേ, പവിത്രതയുടെ മാതൃകയെ ബാലനായ യേശുവിനെ നഷ്ടപ്പെട്ട് അങ്ങ് 3 നാൾ സങ്കടപ്പെട്ട് തേടിയലഞ്ഞല്ലോ. 3-ാം നാൾ ജെറൂസലേമിലെ ദേവാലയത്തിൽ വെച്ച് വേദപാരംഗന്മാർക്കിടയിൽ ഇരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്തുവല്ലോ.
ഈ സങ്കടവും സന്തോഷവും വഴിയായി ഞങ്ങൾ അങ്ങയുടെ സഹായം യാചിക്കുന്നു. ഞങ്ങളുടെ മാരകമായ പാപങ്ങൾ മൂലം യേശുവിന് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന നിർഭാഗ്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പൂർണ്ണ ഹൃദയത്തോടും അതരങ്ങളോടും കൂടി ഞങ്ങൾ യാചിക്കുന്നു. അവസാനിക്കാത്ത സങ്കടങ്ങളിൽ ഞങ്ങൾ അവനെ തേടുന്നു. ഞങ്ങൾ അവനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ കാരുണ്യവർഷം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുവാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്ത് കൃപയുണ്ടാകുവാനും അങ്ങ് സഹായിക്കണമേ. അങ്ങയോട് ഒപ്പം സ്വർഗസ്ഥനായിരിക്കുന്ന അവൻ്റെ സാന്നിധ്യത്തിലുള്ള ആഹ്ലാദം ഞങ്ങൾക്കും പകരണമേ. അവൻ്റെ ദിവ്യമായ കാരുണ്യത്തെ പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കഴിയുമാറാകട്ടെ. സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഏറ്റവും പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ വല്ലഭനാവാൻ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്തതിലൂടെ അവിടുത്തെ അവർണ്ണനീയമായ പരിപാലനം അവിടുന്ന് ഞങ്ങൾക്ക് തന്നരുളിയല്ലോ. ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന യൗസേപ്പ് പിതാവിനെ സ്വർഗത്തിൽ ഞങ്ങൾക്കുള്ള മധ്യസ്ഥനായിരിക്കുവാൻ കൃപയരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. നമുക്കിന്ന് മുതൽ ഈ പ്രാർത്ഥനകൾ ഓരോ ഞായറാഴ്ചയും ചൊല്ലി ഒരു പ്രത്യേക നിയോഗം യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. യൗസേപ്പ് പിതാവ് ദൈവ പദ്ധതിയിലുള്ളതാണെങ്കിൽ ഇത് നമുക്ക് സാധിച്ചു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.